ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. ഇതിന് സുയ്യംന്നും സുസിയംന്നും ഒക്കെ പറയും. ഓരോ ഭാഗങ്ങളിലും ഓരോ തരത്തിലുള്ള പേരാണ്. പേരെന്തന്നെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏകദേശം നമ്മളുടെ നാട്ടിലെ സുഗിയൻ്റെ ഒക്കെ കുടുംബത്തിലെ അകന്നൊരു ബന്ധുവായിട്ട് വരും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5 മണിക്കൂറോളം കുതിർത്തെടുത്തതാണിത്. പിന്നെ കടലപ്പരിപ്പ് അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്നുപരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. ഈ 1 കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഇത് രണ്ടും അളന്നെടുത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 അച്ച് ശർക്കരയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ എള്ള്, ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ പൊടിച്ച ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, പിന്നെ ഒരു നുള്ള് ജാതിക്കയുടെ പൊടി. ജാതിക്കപ്പൊടി വളരെ കുറച്ച് മാത്രം മതി. പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയതും കൂടെ വേണം. ആദ്യം തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ആ കടലപ്പരിപ്പ് മാറ്റാം. കടലപ്പരിപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് മതി, ഉപ്പ് അധികം ആവാതെ നോക്കണേ. ഇനി ഈ കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ആ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. ഉഴുന്ന് കുതിർക്കാൻ എടുത്തിട്ടുള്ള വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്നുവടക്കൊക്കെ അരക്കണേക്കാട്ടിയും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പം മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉഴുന്നരക്കണേൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരും മാവ്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് കടല വെന്തോന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലിൽ കടല ഇവിടെ നന്നായി വെന്തുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം വേവാൻ. ഇനി ഈ കടല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പൊട്ടാറ്റോ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് ചെയ്താലും മതി. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട. ചെറുതായിട്ട് ആ കടലപ്പരിപ്പ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണം. കടലപ്പരിപ്പ് ഇതാ ഇവിടെ ഒരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എള്ള് ചേർക്കാം. നെയ്യ് നല്ല ചൂടുള്ളതുകൊണ്ട് ഈ എള്ള് പെട്ടെന്ന് മൂത്ത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള ആ തേങ്ങ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ തേങ്ങയിലത്തെ ഈർപ്പൊക്കെ ഒന്ന് വലിച്ചെടുക്കാം. തേങ്ങ ഒരുപാട് മൂത്തിട്ട് കളറൊന്നും മാറിപ്പോണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചൊഴിക്കാം. ശർക്കര ഇങ്ങനെ ഉരുക്കി ഒഴിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിതിൽ എന്തെങ്കിലും പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ജാതിക്കപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ആ കടലപ്പരിപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആ ശർക്കരയുടെ മധുരമൊക്കെ കടലപ്പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി യോജിച്ചിട്ട് ആ ശർക്കരയിലും കടലപ്പരിപ്പിലൊക്കെ ആ വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടാണ് നമ്മളിത് മാവിൽ മുക്കി പൊരിച്ചെടുക്കണത്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉരുള ഉരുട്ടുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഇപ്പം നമ്മളുടെ പൂർണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ചട്ടുകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള പണി. ഇപ്പം പൂർണ്ണം ഇവിടെ നന്നായി ചൂടാറിയുണ്ട്. നമുക്കിതിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരേ വലിപ്പം വരുന്ന ഒരു 16 ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉഴുന്നുമാവിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഞാനിന്നിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആയാലും മതി. സുയ്യം ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായി വെന്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ സുയ്യം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇതിലാ പൂർണ്ണം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് കുറച്ചധികം സമയം എടുക്കുള്ളൂ. മാവിൽ മുക്കി പൊരിച്ചെടുക്കാനൊന്നും അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും കൂടെ മുക്കി പൊരിച്ചെടുക്കാം. ഇത് 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാം, പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇപ്പം നമ്മളുടെ സുയ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം ഒരു ഉഴുന്നുവടയുടെ ഒക്കെ ഒരു ടേസ്റ്റും അകത്ത് നല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.